ഹായ് ഫ്രണ്ട്സ്, ആക്ച്വലി ഇത് 2 ഡേയ്സ് ബാക്ക് എടുത്തൊരു വീഡിയോ ആണേ. ഞാനന്ന് പോസ്റ്റ് ചെയ്യണമെന്ന് കരുതിയതാണ്, പക്ഷേ ചെറിയൊരു ഫീവറും കോൾഡും ഒക്കെ കാരണം സൗണ്ടൊക്കെ പോയി. അപ്പോൾ പോസ്റ്റ് ചെയ്യാനൊന്ന് 2 ഡേയ്സ് ഡിലേ ആയി. അപ്പോൾ ഇപ്പോൾ ഒന്ന് ഓക്കെ ആയി വന്നപ്പോഴത്തേക്കും ഞാൻ കരുതി ഒന്ന് പോസ്റ്റ് ചെയ്തേക്കാമെന്ന്. ആക്ച്വലി ഇത് UAE നിന്നുള്ള വീഡിയോ ആണേ. അപ്പോൾ നല്ലൊരു ഫൈൻ പ്ലേസാണ്. 2 ഡേയ്സ് ബാക്ക് ഞങ്ങൾ അവിടെ നിന്ന് പോയപ്പോഴത്തേക്ക് വളരെ കാമായിട്ട് വളരെ ക്വയറ്റായിട്ടുള്ളൊരു സ്ഥലമായിരുന്നു. അപ്പോൾ വളരെ കുറച്ച് നേരം നമുക്ക് ഫ്രീ ആയിട്ട് ഫാമിലി ആയിട്ടും ഫ്രണ്ട്സോ ഫാമിലി കിഡ്സൊക്കെ ആയിട്ട് പോയി ഒന്ന് ചില്ല് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്ഥലമാണ്. ആക്ച്വലി ഇവിടെ ഇപ്പോൾ നല്ല ക്ലൈമറ്റാണ്. പോരാത്തതിന് നല്ല മഴക്കോളുമായിരുന്നു. നല്ല കാർത്തിരുണ്ട് കാർമേഘമൊക്കെ ആയിട്ട് ഇപ്പം മഴ പെയ്യുമെന്നുള്ളൊരവസ്ഥയിലായിരുന്നു. ഇത് കണ്ടോ, ഇത് ഇവിടുത്തെ ഒരു പ്രൈവറ്റ് ബോട്ടാണ്. അപ്പോൾ ഇത് ആക്ച്വലി അവിടെ പോകാനായിട്ടൊരു വഴിയുണ്ട്, പക്ഷെ അതെനിക്ക് പോകാൻ കഴിയില്ല, അവിടെ ക്ലോസ് ചെയ്തേക്കാണ്. അപ്പോൾ അവിടെ വന്നിട്ട് ബോർഡുണ്ട്, നിങ്ങൾക്ക് കാണാമെന്ന് തോന്നുന്നു. അവിടെ വന്നിട്ട് ഇപ്പോൾ ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. ഉണ്ടോ, പ്രൈവറ്റ് ഡോഗ് മെമ്പേഴ്സ് ഉള്ളി എന്ന് പറഞ്ഞിട്ട് ഒരു ബോർഡ് വെച്ച് അവിടെ ലോക്ക് ചെയ്തേക്കാണ്. നമുക്കങ്ങോട്ട് ഇറങ്ങാൻ കഴിയില്ല. ആക്ച്വലി അങ്ങോട്ട് ഇറങ്ങി വീഡിയോ എടുക്കാൻ പറ്റുമെന്നാണ് ഞാൻ നോക്കാൻ പോയത്, പക്ഷെ പറ്റുന്നില്ല. പക്ഷെ നന്നായിട്ട് കറക്റ്റായിട്ട് ആ ഡോക്കിലേക്ക് പോകാൻ, ആ ഒരു ബോട്ടിലേക്ക് പോകാനുള്ളൊരു ഇത് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് പ്രൈവറ്റ് മെമ്പേഴ്സിന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ആ ബോട്ടിൻ്റെ ഓണേഴ്സ് ആരും അവർക്ക് മാത്രമേ പോകാൻ കഴിയുള്ളൂ എന്ന് തോന്നുന്നു. ആക്ച്വലി ഇത് ബീച്ചാണ് കേട്ടോ, ലേക്കൊന്നുമല്ല, അതൊരു ബീച്ചാണ്. ഞങ്ങളുടെ UAE കൊടി കണ്ടോ, കാർമേഘം കണ്ടോ, കറുത്തിരുണ്ട് കിടക്കുകയാണ്. ഇപ്പം മഴ പെയ്യും എന്നുള്ള അവസ്ഥയിലാണ് കറുത്ത് കിടക്കുന്നത്. നല്ല തണുത്ത കാറ്റും. അങ്ങനെയൊക്കെ എൻ്റെ തൊണ്ട പോയത്. 2 ദിവസം ഇങ്ങനെ പുറത്ത് അടുപ്പിച്ച് മോർണിംഗ് ടൈം പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് തന്നെ പനിയും ഇതൊക്കെ ആയിട്ട് കൊണ്ടുപോയി. ഇത് ആക്ച്വലി അൽസോറ മറൈന ബോർഡ് കണ്ടോ, ഇത് അൽസോറ എന്ന് പറഞ്ഞിട്ട് അജ്മാനിലുള്ളൊരു പ്ലേസാണ്. ഇത് ബീച്ചാണ്, പക്ഷെ ഇവിടെ തിരമാലയൊന്നുമില്ല. വളരെ ഇങ്ങനെ കിടക്കുകയുള്ളൂ, കുളം കായൽ കിടക്കും പോലെ കിടക്കുകയുള്ളൂ. ഇത് നമുക്ക് ഫ്രണ്ട്സൊക്കെ ആയിട്ട് കണ്ടോ, കാർമേഘം കണ്ടോ, വീണ്ടും അതാണ് ഞാനത് ഫോക്കസ് ചെയ്ത്. അത്രയും ഇവിടെ അത് വലിയൊരു അപൂർവ കാഴ്ചയാണ്. വല്ലപ്പോഴും ഇങ്ങനൊരു കാഴ്ച ഈ നാട്ടിൽ കാണാൻ കഴിയുള്ളൂ. കാരണം ഓൾമോസ്റ്റ് ഒരു 5 മന്ത്സ് അല്ല, ഒരു ഏപ്രിൽ തൊട്ട് സെപ്റ്റംബർ വരെയൊക്കെ ഇവിടെ നല്ല ചൂടാണ്. പുറത്തിറങ്ങാൻ കഴിയാത്ത അത്രയും ചൂടാണ്. അപ്പം ഈ ഒരു നവംബർ ഡിസംബർ ജനുവരി ഓൾമോസ്റ്റ് ഫെബ്രുവരി മിഡ് വരെയൊക്കെയാണ് ഈ ഒരു ക്ലൈമറ്റ്. അപ്പോൾ അതായത് തണുപ്പ്. അപ്പോൾ ഇതിനിടയ്ക്ക് ഒരു 2-3 പ്രാവശ്യമാണ് അപൂർവമായിട്ട് ഇവിടെ ഇങ്ങനെ കാർമേഘവും കോളും മഴയൊക്കെ ആയിട്ട് വരുന്നുള്ളൂ. അപ്പം അതുകൊണ്ടാണ് ഞാനത് ഫോക്കസ് ചെയ്തെടുത്തത്. ഇത് നല്ലൊരു ഗ്രീനറിയാണ്, നമുക്ക് പോയിരിക്കാനൊക്കെ പറ്റുന്ന ഒരു പുൽത്തകിടിയും അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു പ്ലേസ്. പിന്നെ ഇവിടെ ഈ അൽസോറ എന്ന് പറയുന്നിടത്ത് കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് വരാൻ പറ്റിയാൽ നല്ലൊരു ഇതാണ്. കാരണം ഇവിടെ ഒരു മ്യൂസിയം ഉണ്ട്, കുഞ്ഞുങ്ങൾക്ക് ഇതുപോലെ കളിക്കാനുള്ളൊരു പാർക്കുണ്ട്. ഇപ്പം ഇതുപോലൊക്കെ നമുക്ക് ഫ്രണ്ട്സൊക്കെ ആയിട്ടാണ് വരുന്നതെങ്കിൽ നമുക്ക് ഈവനിങ് വാക്കിനും അല്ലെങ്കിൽ കുറച്ച് നേരം ഇങ്ങനെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നൊരു നല്ലൊരു പ്ലേസാണ്. അപ്പം ഇവിടെ ഉള്ളവർക്ക് വരാൻ കഴിയുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ദുബായിലൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഒരു വീക്കെൻഡൊക്കെ വന്ന്